പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. സമാധാനവനം ഈ കഥ കേൾക്കൂ. ഹരിതവനം, പച്ചപ്പിൻ്റെ മണമുള്ള വെള്ളച്ചാട്ടങ്ങളുടെ സംഗീതം നിറഞ്ഞ അന്തരീക്ഷത്തിലൂടെ മൃഗങ്ങളും പക്ഷികളും സന്തോഷത്തോടെ ജീവിച്ചിരുന്ന സ്വർഗമായിരുന്നു. അവിടെ വയൽ രാജ്യം, തേനീച്ച രാജ്യം, മലമ്പ്രദേശം എന്നീ 3 വിഭാഗങ്ങളുണ്ടായിരുന്നു. ആദ്യകാലത്ത് നല്ല സൗഹൃദത്തിലായിരുന്നു. വയൽ രാജ്യത്തിലെ മൃഗങ്ങൾ ധാന്യം വളർത്തി, തേനീച്ച രാജ്യത്തിലുള്ളവർ തേൻ പങ്കുവച്ചു. മലമ്പ്രദേശത്തെ മൃഗങ്ങൾ ശുദ്ധജലം മറ്റുള്ളവർക്ക് പങ്കുവച്ചു. അപ്രതീക്ഷിതമായി വന്ന വരൾച്ച അവരെ സാരമായി ബാധിച്ചു. കൃഷിക്കുള്ള വെള്ളം ലഭിക്കാതെ വന്നപ്പോൾ മൃഗങ്ങൾ വലഞ്ഞു. മലമുകളിലുള്ളവർ വെള്ളം തടഞ്ഞു വച്ചതാകുമെന്ന് വയൽ രാജ്യത്തുള്ളവർ കരുതി. എന്നാൽ താഴ്വരയിലെ വയലുകളിലേക്ക് ഒഴുക്കി തങ്ങളുടെ ജലസമ്പത്ത് നഷ്ടമായെന്നാണ് മലമുകളിൽ കഴിയുന്നവർ ധരിച്ചത്. ആ തെറ്റിദ്ധാരണ വലിയൊരു തർക്കമായി മാറി. തർക്കം പരിഹരിക്കാതെ വന്നപ്പോൾ അതൊരു യുദ്ധത്തിലേക്ക് നീങ്ങി. മരങ്ങൾ മുറിക്കപ്പെട്ടു, കുളങ്ങൾ മലിനമായി. മലമുകളിൽ നിന്ന് മൃഗങ്ങൾ തീ കത്തിച്ച് വയലിലേക്ക് എറിഞ്ഞു. വയലും കാടും തീപിടുത്തത്തിൽ വലഞ്ഞു. മൃഗങ്ങൾ പലരും മരിച്ചു. കാട് മുഴുവനും പുകയും ശബ്ദവും നിറഞ്ഞു. ആരും ജയിച്ചില്ല. പ്രകൃതി പക്ഷേ തോറ്റു. തേനീച്ചക്കൂട്ടം ഇരുവിഭാഗമായി പിരിഞ്ഞ് 2 ഭാഗത്തെ മൃഗങ്ങളെയും ആക്രമിച്ചു. അവർ സാധുമൃഗങ്ങളുടെ കണ്ണിലും മൂക്കിലും കുത്തി. കലഹം കൂടുതൽ അപകടാവസ്ഥയിലായി. താഴ്വരയിലുള്ളവർ മലമുകളിലുള്ളവരെ പാഠം പഠിപ്പിക്കാനായി തീ കത്തിച്ച് മുകളിലേക്കെറിഞ്ഞു. അവിടെ അവശേഷിച്ചിരുന്ന ചെടികളും വൃക്ഷങ്ങളും വെന്തു കത്തി നശിച്ചു. വനത്തിൽ അവശേഷിച്ചത് വരണ്ടുപോയ നദികളും ചാരമായ കാടുകളും മാത്രം. അക്കരക്കാട്ടിൽ പോയി മടങ്ങിയെത്തിയ തത്തമുത്തശ്ശി വനത്തിൻ്റെ അവസ്ഥ കണ്ട് വിലപിച്ചു. നിങ്ങൾ വെള്ളത്തിനും ധാന്യത്തിനും വേണ്ടി യുദ്ധം ചെയ്തു, അവയെല്ലാം നശിപ്പിച്ചു. സമാധാനം നിലനിർത്താൻ ഭൂമിയെയും പ്രകൃതിയെയും സംരക്ഷിക്കണം. ഇതാ, അതിനുള്ള ആദ്യപടിയായി ഈ വിത്തുകൾ കുഴിച്ചു വയ്ക്കൂ. തത്തമ്മയുടെ വാക്കുകൾ കേട്ട് ശത്രുത മറന്ന് മൃഗങ്ങൾ ഒത്തൊരുമയോടെ വിത്തുകൾ നട്ടു. കുളങ്ങൾ വൃത്തിയാക്കി. നദിക്കരയിലുടനീളം ചെറുതൈകളും പുൽച്ചെടികളും വച്ചുപിടിപ്പിച്ചു. മാസങ്ങൾ കൊണ്ട് പാട് പഴയ പോലെ പച്ചപ്പ് വീണ്ടെടുത്തു. കൊള്ളാം മക്കളെ, യുദ്ധം കൊണ്ട് ആരും ഒന്നും നേടിയിട്ടില്ല. കലഹം സർവനാശമാണ്. തത്തമുത്തശ്ശിയുടെ വാക്കുകൾ കേട്ട് മൃഗങ്ങൾ സൗഹൃദഭാവത്തിൽ തലയാട്ടി.